മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എക്സലന്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ഒക്കെ നന്നായി പഠിച്ച് അതിൻ്റെ ഫോർമുലാസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് ആ ഫോർമുലാസ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ളത് ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നാണ് പറയാം. ഓക്കെ, സോ എങ്ങനെയാണ് കുറച്ച് എക്സാംസിന് വരുന്നത്, കഴിഞ്ഞ വർഷത്തെ SSLC ഒക്കെ വന്ന പോലത്തെ ടൈപ്പ് കുറച്ച് ടഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ ഫോർമുലാസ് വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാനിവിടെ പറയാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട്. ഓക്കെ, സോ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതിൽ എല്ലാ ഫോർമുലാസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അല്ലാച്ചെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, സോ ഒരു 7 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കും. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 72, 63, 54 എന്ന് പറയുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ്. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ആൻഡ് ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 9th ടേം ഓഫ് ദ സീക്വൻസ്. ഓക്കെ, 2 മാർക്കിന് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ മക്കളെ? കോമൺ ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ? x2 മൈനസ് x1 ആണ് അല്ലേ? സോ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ x2 എന്ന് പറയുന്നത് ഏത് ടേമാ? ഇറ്റ് ഈസ് 63. ഓക്കെ, 63 മൈനസ് 72. ഓക്കെ ആണല്ലോ? 72 മൈനസ് 63 അല്ല, അവിടുത്തെ x2 x1 ഏതാ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഒരെണ്ണം പ്ലസ് സൈനും ഒരെണ്ണം മൈനസ് സൈനും. സോ രണ്ടും വ്യത്യസ്ത ചിഹ്നമാകുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. സോ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുന്നു. ഓക്കെ, 72 മൈനസ് 63 എന്ന് പറയുന്നത്. സോ ആൻസർ എന്നത് കിട്ടും? ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6, ഇവിടെ 12, സോ 9 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ 9 ആണ് ആൻസർ. സൈൻ ഏതിടും? പ്ലസ് ഇടും മൈനസ് ഇടും. ഓക്കെ, 72 ആണ് വലുത്, 72ന്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ ആൻസർ ഇസ് -9. വെറുതെ 9 എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. ഓക്കെ, സോ സൈൻ എപ്പോഴും ശ്രദ്ധിക്കുക. കോമൺ ഡിഫറൻസ് ഇവിടെ എന്ന് പറയുന്നത് എന്താ? -9. ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് നോക്കി, 72 കഴിഞ്ഞാൽ പിന്നെ 63, പിന്നെ 54. കുറഞ്ഞാ പോകുന്നത് അല്ലേ? സോ അവിടുത്തെ കോമൺ ഡിഫറൻസ് കുറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. സോ നമ്മൾ ചെയ്തത് തെറ്റിയാലും എന്ത് ചെയ്യാൻ? ഇവിടെ നമുക്ക് എന്ത് നോക്കിയാൽ മതി? നമ്പേഴ്സ് കുറഞ്ഞാണ് പോകുന്നത്. സോ ആൻസർ മൈനസ് ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ നെക്സ്റ്റ് വൺ ഇസ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഫൈൻഡ് ദ 9th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. സോ 9th ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടേമാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ടേം ആയ x9 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ xn ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് അല്ലേ? സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചില്ല വെച്ചാൽ എന്ത് ചെയ്യില്ല? നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആദ്യമേ എന്ത് ചെയ്തോളാം? ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്തോളാം. ഓക്കെ, എഫ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ? ഫസ്റ്റ് ടേം ആണ് അല്ലെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 72. ഓക്കെ, പ്ലസ് n മൈനസ് 1. n ആയിട്ട് നമ്മൾ ഇവിടെ എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കുന്നത്? x9 ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? സോ x9 ഈസ് ഈക്വൽ ടു 9 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ച് വെച്ചു? 9 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചു. അത് മൈനസ് ആണ്, മൈനസ് സൈൻ ഇടാൻ മറന്നു പോകരുത്. മൈനസ് സൈൻ ഇട്ടില്ല വെച്ചെങ്കിൽ ആൻസർ എന്ത് ചെയ്ത് പോകും? തെറ്റിപ്പോവും. ഓക്കെ, സോ 72 പ്ലസ് 9 മൈനസ് 1 എന്ന് പറയുമ്പോൾ 8. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ഇതിന്റെ കൂടെ ഇത് കൂട്ടരുത്, ഞാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. ഇൻറ്റു -9. സോ 8 ഇൻറ്റു -9 എത്രയാ? 72 തന്നെയാണ്. ഓക്കെ, 72 പ്ലസ് -72. എന്താ കാരണം? മൈനസ് ഇൻറ്റു പ്ലസ് ആൻസർ എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. സോ ഒരു പ്ലസ് 72, ഒരു -72. സോ ആൻസർ എന്തായിട്ട് വരും? 0 എന്ന് വരും. സോ അതിനർത്ഥം എന്താണ്? നമ്മുടെ 9ാമത്തെ ടേം എന്താണ്? 0 ആണ്.
ഓക്കെ. സോ സപ്പോസ് നമുക്ക് ഇങ്ങനെയും ചോദിക്കാം 0 ആവുന്ന ടേം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. സോ നമ്മൾ എന്തെടുക്കും? എക്സ് n 0 ആയിട്ട് n എന്ന് പറയുന്ന n കണ്ടുപിടിക്കുന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു? 9ാമത്തെ ടേം ഏതാന്നുള്ളതാണ്. സോ കോമൺ ഡിഫറൻസ് -9 അതുപോലെ 9ാമത്തെ ടേം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. 2 മാർക്ക് സുഖമായിട്ട് കിട്ടും. ജസ്റ്റ് ഫോർമുലയിൽ കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് വൺ അരിത്തമെറ്റിക്, അതായത് ഈ അല്ല കേട്ടോ, 1 ആണ്. റൈറ്റ് വൺ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് 5 ടേംസ് ഇസ് 70 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് 5 ടേംസ് നോക്കിക്കേ, 1 2 3 4 5. ഓക്കെ. ഈ 5 ടേമിന്റെയും സം എന്ന് പറയുന്നത് 5 ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 70 കിട്ടണം. അങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. വെറുതെ നമ്മൾ 2 ഇവിടെ 12 എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ? ഇല്ല. അതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 70. നമ്മൾ അങ്ങനെ കുറേ നേരം ഇരിക്കും ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ലെങ്കിൽ കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓഡ് നമ്പർ ആണെങ്കിൽ ഒരു ഫോർമുല, ഈവൻ നമ്പർ ആണെങ്കിൽ ഒരു ഫോർമുല അല്ലേ? സോ സം ഓഫ് ദ ടേംസ് ഇസ് ഓഡ് ആണെങ്കിൽ ഇവിടെ എത്ര നോക്കിയാൽ നമ്പർ ഓഫ് ടേംസ് എത്ര? 5 ആണ്. 5 എന്ന് പറയുമ്പോൾ എന്ത് നമ്പറാണ്? ഇറ്റ്സ് ഓഡ് നമ്പർ. സോ സം ഓഫ് ടേം എന്ന് പറയുന്നത് എന്താണ്? സം ഇസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആണ് അല്ലേ? നമ്പർ ഓഫ് ടേംസ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് മിഡിൽ ടേം തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സം തന്നിട്ടില്ലേ? സം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് 70 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സോ 70 ഈസ് ഈക്വൽ ടു മിഡിൽ ടേം നമുക്ക് അറിയില്ല. അത് നമ്മൾ അതുപോലെ തന്നെ ഇട്ടു. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. എത്ര ടേം ഉണ്ട്? ഇറ്റ്സ് 5 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം നമുക്ക് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ പോരെ? എന്താ? 70 ഡിവൈഡഡ് ബൈ 5 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 70 ഡിവൈഡഡ് ബൈ 5. നോക്കിക്കേ, 7 എത്ര പ്രാവശ്യം പോകും? 5. ഒരു പ്രാവശ്യം പോകും. ബാക്കി എന്ത് വരും? ഒരു 2 വരും അല്ലേ? 20 അല്ലേ? 20ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. സോ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 14. ഇതുപോലെ ക്യാൻസലേഷൻ അറിയാത്തവർ ഇവിടെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ. 70 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുമ്പോൾ 7ൽ ഒരു പ്രാവശ്യം, 5 ബാക്കി 2 0 20ൽ 4 ടൈംസ് 4 ഇൻറ്റു 5 20 0. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. സാർ അപ്പോൾ എന്തിനാ മിഡിൽ ടേം കണ്ടുപിടിച്ച് നമുക്ക് ഇതെന്താ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടിയില്ലേ? ഇത് എത്രയാന്ന് കിട്ടി? 14 എന്ന് കിട്ടി അല്ലേ? സോ അത് 14 ആണെച്ചെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തായിരിക്കും? എനിക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. വേണമെങ്കിൽ 2 കോമൺ ഡിഫറൻസ് എടുത്തു. നോക്കിക്കേ, ഞാനിപ്പോൾ ഇവിടെ എടുത്തു 12 എടുത്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആയിരിക്കും. കാരണം എന്താ? ഇങ്ങോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കുറഞ്ഞു പോവുകയും ഇങ്ങോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ എന്താണോ കോമൺ ഡിഫറൻസ് നമ്മൾ 2 ആയിട്ട് എടുത്തത് അല്ലേ? സോ ഇവിടെ 14 എന്നുള്ളത് എന്തായിട്ട് മാറും? 16 ആയിട്ട് മാറും. ഇവിടെ 16 ഉള്ളത് 18 ആയിട്ട് മാറും. നിങ്ങളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 10 പിന്നെ 12 14 16 18 എല്ലാം കൂടെ കൂട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് എത്ര കിട്ടും? 70 എന്ന് കിട്ടും. സാറേ അപ്പോൾ ഈ 14 ഇവിടെ കോമൺ ഡിഫറൻസ് 2 മാത്രം എടുത്താൽ മതിയോ? 2 അല്ല, നിങ്ങൾക്ക് 3 എടുക്കണമെങ്കിൽ 3 എടുക്കാം. നോക്കിക്കേ, 14 ആണെച്ചെങ്കിൽ 3 എടുത്തിട്ടൊന്ന് നോക്കിക്കേ. 3 വെച്ചിട്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 11 കിട്ടും. അതിൽ നിന്ന് വീണ്ടും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. ഇവിടെ വീണ്ടും 3 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 17 കിട്ടും. അതിൻ്റെ കൂടെ വീണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. സോ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ തന്നെ കിട്ടും. 17 കിട്ടും. സോ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? മിഡിൽ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഉണ്ടോ മിഡിൽ ടേം എന്നുള്ളത്? മിഡിൽ ടേം എന്നുള്ള വാക്കേ ഇല്ല. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? മിഡിൽ ടേം ആണ്. ഓക്കെ. സോ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി ഇങ്ങനെ ഫോർമുല വെച്ചിട്ട് നോക്കണം. അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ട് അതിൽ എന്ത് തന്നിട്ടില്ല? ഫസ്റ്റ് ടേമോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസോ തന്നിട്ടില്ലെങ്കിൽ മിക്കവാറും ഈ ഫോർമുല എടുക്കുക. ആ എടുക്കുന്ന സമയത്ത് ഇവിടെ ഓഡ് ആണോ ഈവൺ ആണോ എന്നുള്ളത് നോക്കിക്കോളൂ. ഓക്കെ. ഈ ക്വസ്റ്റ്യനിലും കൺഫ്യൂഷൻ ഇല്ലല്ലോ. എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ.